നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൂരാടം നക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 31-ാം തീയതി വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിൽ ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകുകയും വാഹനാപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ യാത്രകൾ ഒഴിവാക്കുന്നത് ഉത്തമമാകുന്നു. പിണങ്ങി നിന്നിരുന്ന ബന്ധുക്കളുമായി ഇണങ്ങുകയും ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ നഷ്ടത്തിൽ കലാശിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കുകയും പരിശ്രമത്തിലൂടെ വിജയം കൈപ്പിടിയിലാക്കുകയും വളരെയധികം ചിലവുകൾ വന്നു ചേരുകയും കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ചതിലും മികച്ച ആദായം ലഭിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി പക്കനാൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ താൽക്കാലിക ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുകയും മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ദൂരയാത്രകൾ വേണ്ടിവരികയും ധനവരവ് ഉണ്ടാകുകയും മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ഗൃഹോപകരണങ്ങൾ വാങ്ങുകയും തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും കച്ചവടക്കാർക്ക് അനുകൂല സമയവുമാകുന്നു. വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വരും. സുഹൃത്തുക്കൾക്ക് വേണ്ടി ധനം പലരിൽ നിന്നും കടം വാങ്ങേണ്ടി വരും. പരിഹാരമായി വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നത് ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിൽ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ വിജയം മുന്നോട്ട് പോയെന്ന് വരില്ല. ബന്ധുക്കളുടെ വിയോഗം ഉണ്ടാകും. കഠിനാധ്വാനത്താൽ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കും. സന്താനലബ്ധി ഉണ്ടാകും. വ്യാപാരത്തിൽ നിന്നും ലാഭം ലഭിക്കുകയും ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദം പ്രയോജനപ്പെടുത്തുകയും ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമല്ല. കുടുംബത്തിൽ അസ്വസ്ഥത കുറയും. വാഹനാപകടത്തിന് സാധ്യതയേറുന്നു. സാമ്പത്തിക ഞെരുക്കം മറികടക്കുവാൻ ലോണുകൾക്കായി ബാങ്കുകളെ സമീപിക്കും. പരിഹാരമായി കൃഷ്ണന് കദളിപ്പഴം നിവേദിക്കുന്നത് ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ സ്ഥാനപ്രാപ്തിയുണ്ടാകുകയും കുടുംബത്തിൽ തുടർന്നു വന്ന ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും കുടുംബസ്വത്തിൻ്റെ പങ്ക് ലഭിക്കുകയും പുതിയ ഗൃഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ലഭിക്കുകയും നയപരമായ തീരുമാനങ്ങളിലൂടെ ഏവരുടെയും പ്രശംസ നേടുകയും കൂട്ടു ബിസിനസ് അവസാനിക്കുകയും ഔഷധ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കുകയും വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സം അനുഭവപ്പെടുകയും അപ്രതീക്ഷിതമായി പഴയ സ്നേഹിതന്മാരുമായി കണ്ടുമുട്ടുകയും കലാരംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കുകയും പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുക.